വയനാട് വാകേരി മൂടക്കൊല്ലയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു എന്ന വാർത്തയാണ് വരുന്നത്. മുത്തിമല സ്വദേശി ഹലോ ഹലോ ഓക്കെ ഹലോ 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 കേൾക്കാവോ കേൾക്കാവോ ഹലോ ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നു. കലൂർ പുഴ കടന്നാണ് കാട്ടാനകൾ എത്തിയത്. ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാന എത്തുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, എത്ര കാട്ടാനകളാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു പശ്ചാത്തലമില്ലാത്ത സ്ഥലമാണ് എന്നാണല്ലോ പ്രദേശവാസികൾ പറയുന്നത്. അവിടെ എത്തുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ? ആളുകൾ പരിഭ്രാന്തരാണോ? ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നു. കലൂർ പുഴ കടന്ന് കാട്ടാനകൾ എത്തിയിരിക്കുന്നു. ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ആളുകൾ ആകെ പരിഭ്രാന്തിയിലാണോ? എന്താണ് സ്ഥിതി? എത്ര കാട്ടാനകളാണ് ഇറങ്ങിയിരിക്കുന്നത് അവിടെ? ലക്ഷ്മി, ഈ കലൂർ പരിസരത്ത്, അതായത് തൊടുപുഴയ്ക്ക് സമീപം എറണാകുളം ജില്ലയുടെ അതിർത്തി കൂടിയായ കലൂർ പരിസരത്താണ് ഇപ്പോൾ ഈ കാട്ടാനകൾ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 8 മണിയായപ്പോഴാണ് 4 കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത്. 4 കാട്ടാനകൾ, അതിൽ 2 എണ്ണം തിരിച്ച് കാടിലേക്ക് പോയി, അതായത് മുള്ളരിങ്ങാട് എന്ന പ്രദേശത്തേക്ക് പോയി. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാട്ടാന ജനവാസ മേഖലകളിൽ കൂടി തന്നെ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ഒരു കൃഷിയിടമാണ്, അടയ്ക്കാത്തോട്ടമാണ്. ആ തോട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കാട്ടാന, രണ്ട് കൊമ്പൻ ആനകളാണ്. 2 കൊമ്പൻ ആനകൾ ഈ പ്രദേശമാകെ കൃഷികൾ നശിപ്പിച്ച് വലിയ തോതിൽ ഭീതി ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് നിന്ന് ഈ ആളുകൾ ഇതിനെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും RRT സംഘം, വനംവകുപ്പ് അടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഇത് ജനവാസ മേഖലയിൽ തന്നെ ഇത് തമ്പടിക്കുകയാണ്. ഈ 2 കാട്ടാനകളാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇത് കാണാവുന്നത് പോലെ ഒരു തോട്ടത്തിലാണ് ഉള്ളത്. ഒരു കൃഷിയിടത്തിൽ, അതായത് ഒരു കവുങ്ങിൻ്റെ തോട്ടമാണ്. കവുങ്ങ് തോട്ടത്തിൽ, അടയ്ക്കാത്തോട്ടത്തിലാണ് ഇപ്പോൾ ആന തമ്പടിച്ചിട്ടുള്ളത്. ഇത് കടവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിന് സമീപത്തോടു കൂടിയാണ് ഈ കാട്ടാനകൾ ഈ കൃഷിയിടത്തിലേക്ക് വന്നത്. ഇത് ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശമാകെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ്. വനംവകുപ്പിൻ്റെ അതോടൊപ്പം തന്നെ മുഴുവൻ സംവിധാനങ്ങൾ, RRT സംവിധാനങ്ങൾ അടക്കം രാവിലെ മുതൽ തന്നെ ഈ കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രി 12 മണിക്കൊക്കെയും പല വീടുകളുടെ മുറ്റത്തൂടെ ഈ കാട്ടാന പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ കടവൂർ എന്ന മേഖല, അതായത് ഈ കലൂരിന് സമീപത്തുള്ള കടവൂർ എന്ന മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനകൾ 2 എണ്ണം തമ്പടിച്ചിട്ടുള്ളത്. അത് കൃഷിയിടമാകെ പലയിടങ്ങളിലും നാശമാക്കിയിട്ടുണ്ട്. 4 കാട്ടാനകളാണ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ 2 എണ്ണം തിരികെ കാട്ടിലേക്ക് മടങ്ങി. 2 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആളുകളടക്കം, നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് ഇതിനെ ഓടിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യുകയാണ്. വനംവകുപ്പിൻ്റെ ആളുകളുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താ ഇപ്പോൾ എവിടെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ കാടിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിക്കൊണ്ട് നിർത്തിയിരിക്കുക. കാടിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ, അവിടെ ജനവാസ കേന്ദ്രമാണ്. അവിടെ നാളെ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ആന കടന്നു പോകും. ഇത് ഇന്നലെ രാത്രി എത്ര മണിക്ക് വന്നോ? അത് രാത്രിയിലാണ്, രാത്രി 12:30 കൂടിയാണ് വന്നിരിക്കുന്നത്. വീണ്ടും കാട്ടാനകൾ തിരിച്ച് കാട്ടാനകൾ തോട്ടത്തിലെ കൃഷിയിടത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രദേശമാകെ വലിയ ഭീതിയിലാണ്. കാര്യം 2 കൊമ്പന്മാരാണ്. സ്വാഭാവികമായും വനംവകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഈ കാട്ടാനകൾ തിരിച്ച് കാട്ടിലേക്ക് മടങ്ങാത്ത സ്ഥിതിയുണ്ട്. പടക്കം പൊട്ടിച്ചും ബേളം വെച്ചുമൊക്കെയും ഇതിനെ തുരത്താനുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ പോലും ആ കാട്ടാനകൾ വീണ്ടും കൃഷിയിടത്തിലേക്ക് തന്നെ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കവുങ്ങ് തോട്ടമാണിത്, അടയ്ക്കാത്തോട്ടമാണിത്. ആ അടയ്ക്കാത്തോട്ടത്തിലേക്കാണ് ഇപ്പോൾ കാട്ടാന എത്തിയിട്ടുള്ളത്. 2 കാട്ടാനകളാണ് ഇത് ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത്. ഇത് തൊടുപുഴയ്ക്ക് സമീപമുള്ള എറണാകുളത്തിൻ്റെ അതിർത്തി പ്രദേശം കൂടിയായ കലൂർ, അതോടൊപ്പം തന്നെ കടവൂർ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി മുതൽ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാട്ടാനകൾ വീണ്ടും തോട്ടത്തിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാം. ലക്ഷ്മി, വലിയ ഭീതിയുണ്ട് ആളുകൾക്ക് ഇവിടെ. കാര്യം രാവിലെ മുതൽ തന്നെ ഈ പ്രദേശമാകെ ഈ കാട്ടാനകൾ പലയിടങ്ങളിലും, പല കൃഷിയിടങ്ങളിലുമൊക്കെ ഇത് എത്തുകയും വലിയ തോതിൽ ഭീതിയിലാഴ്ത്തുകയും ചെയ്തിരുന്നു. കടവൂർ ടൗണിൽ പോലും കാട്ടാന
ഇറങ്ങിയ സ്ഥിതിയുണ്ട്. അവിടെ നിന്നാണ് വീണ്ടും കാട്ടാനകൾ ഇപ്പം മറ്റ് കടവൂർ ടൗൺ പരിസരം കടന്ന് എതിർവശത്തേക്ക് ഒരു സ്കൂളിന് സൈഡിൽ കൂടെ ഇപ്പോൾ ഒരു കൃഷിയിടത്തിലേക്ക് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ജനവാസ മേഖലയാണ്. ആയിരക്കണക്കിന് വീടുകൾ ഇവിടെ ഉള്ള സ്ഥലമാണ്. ഇവിടേക്ക് കാട്ടാനകൾ ഇതുവരെ വന്നതായുള്ള ചരിത്രം പോലും ഇവർ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്കൊക്കെ വലിയ ഭീതിയുള്ളത്. ഈ പ്രദേശം ആകെ ജനനിബിഡമായ ഒരു കേന്ദ്രമാണ്. അവിടെ ഒരു കാട്ടാനകൾ എത്തുക എന്നുള്ളത് ഇതുവരെയും അവർക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. ആ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളായതുകൊണ്ട് തന്നെയാണ് വലിയ ഭീതി അവർക്കിടയിൽ ഉള്ളത്. ഈ പ്രദേശമാകെ കൃഷിയുടെ ഇടമാണ്. കവുങ്ങ് കൃഷിയുണ്ട്, റബ്ബറുണ്ട്, അതോടൊപ്പം തന്നെ കൈതച്ചക്ക കൃഷിയുണ്ട്. ഈ മേഖലകളിൽ കൂടിയാണ് ഈ കാട്ടാന ഇന്നലെ രാത്രി 8 മണി മുതൽ വലിയ ഭീതിയിലാഴ്ത്തുന്നത്. പലയിടങ്ങളിലും പല ആളുകളും ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. വീടിൻ്റെ മുറ്റത്തുകൂടി പോലും കാട്ടാനകൾ പാസ് ചെയ്ത് പോയി എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കൃഷിയിടത്തിലൂടെ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയുടെ സൈഡിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. RRT സംഘമടക്കം വനംവകുപ്പിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെയും രാവിലെ മുതൽ തന്നെ ഇതിനെ ഈ പ്രദേശത്തൊക്കെയും ഇവിടെ നിന്ന് ആനയെ തുരത്തുന്നതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കുന്നു. പക്ഷേ ആന ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ് ഈ ജനവാസ മേഖലയിൽ. ഇതിനെ രണ്ടാനകളെയും മുള്ളരിങ്ങാട് എന്നാണ് സമീപത്തുള്ള ഒരു വനപ്രദേശമുള്ളത്. ആ പ്രദേശത്തേക്ക് കയറ്റി വിടാതെ അവിടത്തേക്ക് കയറ്റി വിടാതെ ആളുകൾക്ക് ഭീതി ഒഴിയില്ല എന്നുള്ളതാണ്. അനൗൺസ്മെൻ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കാട്ടാന പല റോഡുകളിലൂടെയും രാവിലെ പാസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആളുകൾ ജാഗ്രതയിലായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ വനം വകുപ്പ് സ്വീകരിക്കുന്നത്. ലക്ഷ്മി, പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. ആന റോഡിൽ കൂടി അടക്കം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ആ പ്രദേശത്തൊന്നും തന്നെ ഇങ്ങനെ ആന വന്ന ഒരു പശ്ചാത്തലം മുമ്പില്ല, അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടുക്കി തൊടുപുഴയിലാണ് ഈ സംഭവം. ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. കൃഷി നശിപ്പിച്ച സാഹചര്യമുണ്ട്. 4 ആനകൾ ഇറങ്ങി, 2 ആനകൾ കാട്ടിലേക്ക് തിരിച്ചുപോയി. 2 ആനകളെ തുരത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്.